வணக்கம் மக்களே, வெல்கம் டு சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. இன்னைக்கு நம்ம என்ன படம் பார்க்க போறோம் அப்படின்னா, நம்ம திலீப் ஏட்டனோட வேட்டம்ங்கிற படம். டைரக்டர் வந்து நம்ம கல்யாணி அவங்களோட அப்பா பிரியதர்ஷன். ஸோ பயங்கர காமெடியான படங்கள் மாதிரி கேள்விப்பட்டோம். நாங்களும் பயங்கர ஹைப்டு. ஆஃப்டர் பாண்டிப்படா 2020 பயங்கர எக்ஸ்பெக்டேஷன்ஸ் இருக்கு. மூவிக்குள்ள போயிடலாம். மூவி முடிச்சுட்டு டிஸ்கஸ் வச்சுக்கலாம். போயிடலாமாக்கா? போயிடலாம். ഗുരുവായൂരപ്പാ, ഈ തല്ലിപ്പൊളി ടൈം പീസ് തോന്നുമ്പോഴേ അലാറം അടിക്കൂ. ഇന്ന് നിന്റെ അച്ഛൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന് 7 മണിക്ക് ഫെലിക്സിനെയും കൂട്ടി ഈ ശവം ഞാൻ ഇന്നോടടുത്ത് എറിയും. വെറുതെ വായിട്ടലച്ച് സമയം കളയാതെ വല്ലതും എടുത്തോടുത്ത് പോവാൻ നോക്ക്. ആ ഗണപതിക്ക് ഒരു തേങ്ങ ഉടച്ചോ, എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ. അച്ഛന്റെ സമ്മതം കിട്ടാൻ വേണമെങ്കിൽ വേളാങ്കണ്ണിക്ക് ഒന്ന് നേർന്നോ. வேளாங்கண்ணி. இவர் வந்து நாதஸ்வரம். ஏன் அழுகுறாரு? ചിന്തന്നൂർ മഠത്തിലെ കുട്ടിയാണത് പോട്ടും. പാലക്കാട് രാമനാഥന്റെ മകളാണത്, നീ മറക്ക വേണ്ടാം. എதையும் മറക്കല, എനിക്ക് என்ன ആശയോ അത് சொன்ன ചിത്തപ്പ. இந்த നാട്ടില് പെരുമയാ വാഴുന്ന ഒരു ബ്രാഹ്മണാൾ കുടുംബത്തിക്ക് വേറെ ജാതിയിൽ ഒരുത്തൻ മാപ്പിളയെ വരലാമോ? അഭിപ്രായമൊന്നുമില്ലയോ? വീണ, പെരുമയെ പറ്റി ചൊല്ലല്ലേ. തായ് വഴി പിരിഞ്ഞാലും 10-14 ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് തായ് വേര് ഇപ്പോ നാന്താ. ഇതെല്ലാം മറന്നിട്ട് നീ വേറെ ജാതിക്കാരെ പയ്യനെ കല്യാണം പണിക്കാൻ തീരുമാനിച്ചിട്ടാ കല്യാണമാക വേണ്ടിയ പൊണ്ണുകൾ കുടുംബത്തിലെ വേറെ എടുക്കാലിയാ. அவளோடெல்லாம் கல்யாணம் நடக்காம போயிடும். அந்த அளவுக்கு சொல்ல வேண்டாம். படிப்புல ரொம்ப மிடுக்கி நினைச்சுண்டு மட்ராஸ்க்கு விட்டு வந்தேன். இந்த அளவுக்கு காட்டுவேல் தெரிஞ்சா அப்போதே திருப்பி அனுப்பிச்சிருப்பேன். சொன்னதே சொல்லிட்டு இருந்தா என்ன பிரயோஜனம்? അണ്ണനോട് അഭിപ്രായം എന്നാന്ന് சொல்லலாமே. ലക്ഷക്കണക്കാன സ്വത്ത് இந்த பொண்ணு பேர்ல வச்சிருக்கோ இல்லையோ, அது ஒன்னும் கொடுக்க மாட்டேன்னு சொல்லணும். படம் தமிழ்ல இருக்கா இல்ல? இனியும் இவனையே தான் கல்யாணம் பண்ணிக்கணும்னு தீர்மானிச்சா இந்த செக்மெண்ட் உன்னை தலைமொழிகி இந்த குடும்பத்தை விட்டே வெளியே அனுப்பணுங்கிறதான் இவங்க எல்லாரோட முடிவும். இந்த குடும்பத்தோட காரணவருங்கிற நிலையில நானும் அதே முடிவை எடுக்க வேண்டி வரும். இதெல்லாம் சொல்ல வேண்டிய அவசியம் இல்ல. இந்த குடும்பத்துல இருக்கிற நிறைய பேர் பெரிய பொசிஷன்ல இருக்காங்க. அவங்க பேரும் அந்தஸ்தும் கெடுக்க காரணவருங்கிற நிலையில என்னால முடியாது. ഇനി ഉന്നോட മുടിവേ சொல்லலாம். என்ன எப்படி கேக்குறாரு? ഒരു ചില്ലി കാശ് എനിക്ക് വേണ്ട. പിണ്ടം വെക്കോ, ഭ്രഷ്ട് കൽപ്പിക്കോ, എന്താച്ചാ ചെയ്തോളൂ. ഞാൻ പോവാ ഫെലിക്സിന്റെ കൂടെ. പപ്പയോട് ഫെലിക്സ് എന്താ പറഞ്ഞത്? നിന്റെ അച്ഛൻ തമിഴും മലയാളവും കൂട്ടി കലർത്തി പറഞ്ഞൊക്കെ ഞാൻ പപ്പയോട് പറഞ്ഞു. എന്നിട്ട് പപ്പ എന്നോട് വീട്ടിലേക്കൊന്നും ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഞാനൊരു ലീവ് ലെറ്റർ അല്ല, നീ ഓഫീസിൽ കൊടുത്തേക്ക്. എപ്പോഴാ പോവാ? നാളത്തെ ഫ്ലൈറ്റിന് നീ വരുന്നു. അയ്യോ ഞാനില്ല, എനിക്ക് പ്ലെയിനിൽ കയറാൻ പേടിയാ. ഞാൻ ഇതുവരെ കേറിയിട്ടില്ല. കഴിയാതെ ലീവ് എടുത്താ എന്റെ പണി പോവും. എന്ത് വേണേലും പൊയ്ക്കോട്ടെ, ഫെലിക്സില്ലേ എന്റെ കൂടെ, അത് മതി. എന്തൊക്കെ കിനാവ് കണ്ടതാ. കല്യാണം, പിന്നെ നിന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് കുറെ കാശ്, അതുകൊണ്ടൊരു വീട്, ഒറ്റ നിമിഷം കൊണ്ടെല്ലാം പൊളിഞ്ഞു കിട്ടിയില്ലേ. എന്താ പത്രത്തിലെന്ന് വിശേഷം? എന്നുള്ള തന്നെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കൊറേ പേര് ചത്തു. വീണ, ഒരു ഗസ്റ്റ് ഉണ്ട്. பேரே வீணான்னு வச்சிருக்காரு பாரு. அவரு ரொம்ப பெரிய music வித்வான்னு நினைக்கிறேன். ഫ്ലൈറ്റിൽ സെറ്റിട്ടാൻ പോലെ. മോളെ, ആരും അറിയാതെ വന്നതാ ഞാൻ. മോളെ അപ്പ വേണ്ടെന്ന് വെച്ചതല്ല. എനിക്ക് ആകെ ഉള്ളത് നീയാ. കുടുംബത്തിന്റെ നാഥനായിരിക്കുമ്പോ അവർക്കും ദ്രോഹം ചെയ്യാൻ വയ്യല്ലോ. എനിക്കറിയില്ല എന്റെ അപ്പാവെ, ഒന്ന് അനുഗ്രഹിച്ചാ മാത്രം മതി. എന്താ ഇത വെച്ചോ, 30 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് ആണ് ഇതിനുള്ളിൽ. മോൾക്കൊരു ചെറിയ വീട് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനാ നിനക്ക് നല്ലതേ വരൂ. എന്റെ ഒരു സ്വപ്നത്തെ കുറിച്ച് അച്ഛനും ഞാൻ എഴുതിയിരുന്നു. ഒരു കൊച്ചു വീടും അവിടെ ഞാനും ഫെലിക്സും കുട്ടികളും. അത് വാങ്ങാനുള്ള കാശ് തരാൻ വന്നതാ. അനുഗ്രഹം തന്നു. സംഗീതജ്ഞന, നാദസ്വര വിദ്വാന, പത്മശ്രീയാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യായില്ല. എന്റെ അച്ഛന്റെ ഉള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെയാ. ഒരു ഹാള്, കിച്ചൺ, 2 ബെഡ്റൂം, ഒരു പൂജാമുറി. എനിക്ക് ഇത്രയും മതി. ബെഡ്റൂമിലിരുന്ന കടല് കാണണമെന്നാ ഫെലിക്സ് പറയാറ്. ഇത് ഞാൻ കണ്ട വീട് പോലെ നിന്റെ ബഡ്ജറ്റിന് ഓക്കെ. നാളെ തന്നെ നമുക്ക് ഉറപ്പിച്ചേക്കാം. ഓക്കെ ബോസ് വിളിക്കുന്നു. ഓ ഓക്കെ, ബൈ. പിന്നെ കാണേ. മേ കം ഇൻ സർ? യെസ്. ഫെലിക്സ് ജോലി റിസൈൻ ചെയ്യുന്ന കാര്യം വീണയോട് നേരത്തെ പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ? ഇത് കണ്ടോ, റിസൈൻ ചെയ്തുകൊണ്ടുള്ള ഫെലിക്സിന്റെ ഫാക്സ് ആയത്. ബാംഗ്ലൂരിലൊരു ഹോട്ടലിൽ നിന്നാ ഫാക്സ് ചെയ്തിരിക്കുന്നത്. ഫോൺ നമ്പർ ഇതിലുണ്ട്, ഒന്ന് വിളിച്ചു നോക്കിയേ. ഓഫീസിൽ നിന്ന് കിട്ടിയ നമ്പർ വെച്ച് നീ ബാംഗ്ലൂർക്ക് വിളിച്ചു. അപ്പൊ കക്ഷി ഹോട്ടലിലുണ്ട്. നിന്റെ ശബ്ദം കേട്ടപ്പോ കട്ട് ചെയ്യുകയും ചെയ്തു. അല്ലെങ്കിൽ ദിവസം 10 പ്രാവശ്യമെങ്കിലും നിന്നെ വിളിക്കുന്ന ആളാ. പോയിട്ടിപ്പോ ഒരാഴ്ച കഴിഞ്ഞു, ഒരു പ്രാവശ്യം പോലും വിളിച്ചിട്ടില്ല. ഇല്ല ടീച്ചറെ, അച്ഛനെയും കുടുംബവും ഒക്കെ ഫെലിക്സിന് വേണ്ടിയാ ഞാൻ വേണ്ടാന്ന് വെച്ചത്. എന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ. അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു പറഞ്ഞത് അയാൾ അവിടെ 2 ദിവസം കൂടെ ഉണ്ടാവുന്ന. അയാൾ അവിടുന്ന് പോയ പിന്നെ ഒരു അഡ്രസ്സും കിട്ടില്ല. എന്തോ എനിക്ക് ആകെ ഒരു പന്തികേട് തോന്നുന്നു. നീ വേഗം ചെന്ന് അയാളെ കണ്ട് കാര്യം പറഞ്ഞില്ലെങ്കിൽ സംഗതി വഷളാവും. ട്രെയിനിൽ കയറി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ആളങ്ങ് പോവും. காசு எடுத்துட்டு போயிட்டான் போல. இவ காசு எனக்கு கொடுக்கலடா. இவ வீடெல்லாம் வேணாம், காசு வேணாம்னு சொல்லிட்டு
സിമ്പിൾ ഇൻട്രൊഡക്ഷൻ. ഈശ്വരാ, ആരോടാ ഇനിയിപ്പോ ഒന്ന് ചോദിക്കുക? എക്സ്ക്യൂസ് മീ. ഗോ ദാറ്റ് സൈഡ്. ഈശ്വര, ഇവരുടെ ഡയലോഗ് എന്താ? இவர் வந்தாவே அந்த டாம் அண்ட் ஜெரி வைப் வந்துருது. ஆமா, ஐயோ எல்லாத்தோட லக்கேஜ் மெஸ் அப். ഏയ് നോ പ്രോബ്ലം, ഇറ്റ്സ് മൈ പ്ലഷർ. യു സ്റ്റുപ്പിഡ് ഇഡിയറ്റ് ഫൂൾ. പോടാ. അപ്പൊ കേരളത്തിൽ നിന്ന് കുറ്റം പറിച്ചിറങ്ങിയതാണല്ലേ? നടക്കുന്ന വഴി കൂടെ വണ്ടി ഉരുട്ടി കളിക്കുന്നത്. വണ്ടി ഉരുട്ടി കളിക്കുന്നത്. ഇത് പബ്ലിക് പ്ലേസാ. താഴെ നോക്കി നടക്കണം. പൊട്ടക്കണ്ണൻ. എന്താ വിളിച്ചേ? പൊട്ടക്കണ്ണൻ. ഒന്നും കൂടി വിളിക്കടി. പൊട്ടക്കണ്ണൻ. അയ്യോ എന്നെ മെഷി ഓ ഇൻസ്ട്രുമെന്റ് ഏതോ റൈറ്റ്. ഈ ശവത്തിന്റെ അടുത്ത് തന്നെയാണല്ലോ വന്ന് പെട്ടത്. இவங்க ஹாஃப் சைடுல நல்லா இருக்காங்கல்ல. ஆமா. മുത്തശ്ശി കാശിക്ക് പോവാണോ? പാർട്ടി വൈസ്. ആദ്യമായിട്ടാണ് തോന്നുന്നു ഇതിലൊക്കെ വലിഞ്ഞേറി വരണത്. ചന്തക്ക് പോണ പോലെ ചട്ടിയും വട്ടയും കൊട്ടായിട്ട് ഇറങ്ങിയിരിക്കുക. ഇയാൾ എന്നോട് മിണ്ടണ്ട. Do you like to have some chocolates? താങ്ക് യു. You, ma'am? அவர் எடுத்த மாதிரி எடுக்கிறாங்க. அதான். காப்பிடியா? നോട്ടി മൂക്കിൽ പഞ്ഞി. பாவம், அந்த ஹீரோயின் என்ன வேலை பண்ண வச்சிருக்காங்க. ഗംഗാജല അത് ரைட்டு, ഇത് സിൽമിസാ இருக்கு. പൈലറ്റിന്റെ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ എന്നെ രക്ഷിക്കണേ. സ്നാനം സ്നാനം. ஐயோ போச்சு, சட்ட வேலை ஊத்து பறிப்போ. സ്നാനം. போச்சு சட்டை. Passengers, தேங்க்யூ. ஏய் ஏய், இவரு. இதுல இருந்து ராதாரவி. ஏ ഹലോ, സാർ അയ്യോ. നീ എന്നടാ ഇങ്ങ പண்ற? അപ്പൊ ഞാനൊരു കല്യാണത്തിന് പോണ്. കല്യാണத்துக்கு போற, ஃபர்ஸ்ட் கிளாஸ்ல போற, வசதியா இருக்க போல இருக்கு. ഇതാണ് സാർ, നിങ്ങൾ ഈ പോലീസുകാർക്ക് ആരും നന്നായാലും പിടിക്കില്ല. എല്ലാവരും போலீஸ். ஆ, சரி சரி உட்கார். போகும்போது என்ன நீ பார்க்கணும். எக்ஸ்கியூஸ் மீ. ஓ, இவர் வந்து சம்திங் ரிலேட்டட் டு தெஃப்ட் அவரு. அப்படிதான் எனக்கு வைப் கிடைச்சது. கலாபம். ஏய், மணி சேட்டா, அவருக்கு வந்து ஆக்சுவலி நேத்து பிறந்தநாள். ഇതൊക്കെ റോട്ടി കൂടെ പോണേ. ஆக்சுவலி ஃப்ளைட் செட் போட்டுருக்காங்கன்னு நினைக்கிறேன். ஆமா, திருடன் தான். ஆவு. இது யாரோட செயின்? அதுதான் அந்த ஸ்பெயின்ல இருந்து வந்துச்சுன்னு சொன்னாங்கல்ல ஒண்ணு. ஓ, ஒருவேளை இருக்குமோ? ஒருவேளை இல்ல, அதுதான் அது. ஓ, இது குருவி சீடுப்பா. எனக்கும் அதான் தோணுச்சு. இத பார்த்தா குருவி எடுத்திருக்காங்கன்னு நினைக்கிறேன். எனக்கு இந்த ஃப்ளைட்ல பயப்படும் போதே நான் நினைச்சேன். आपको साहब बुला रहे हैं. ஏய், இது வந்து விவேக் கேரக்டர் குருவில அது மாதிரி இருக்கு. எஸ். എന്താ സാർ? இறங்கும்போது வந்து பார்க்கணும்னு சொன்னல. उस बैग में क्या क्या देखो? ഒന്നുമില്ല സാർ. ബാഗിലെ ടാഗ് उसका भी ഇരിക്കുന്നു. तलाशी लो. തലാശിലോ. സൂക്ഷിച്ചൊക്കെ ചെയ്യണേ, ലിക്കളിയാവേ. ഇല്ലല്ല, ഈ താഴെ കണ്ട. ओके, गिव इट हिम. हां, പോ. താങ്ക് യു സാർ. എന്തിനാ പോലീസ് പിടിച്ചേ? പിന്നെ കള്ളന്മാർ ആദ്യമായിട്ടല്ലേ പോലീസ് കറക്റ്റ് தான். പതുക്കെ പറ. ആ പെണ്ണെവിടെ? ഏത് പെണ്ണ്? നിന്റെ അടുത്തൊരു പെണ്ണ് അടക്കൊടുങ്ങിയേ. അയ്യേ, ആ ഉള്ളിത്തോല. അതിന്റെ പുറകെ സാധനം. അവളൊരു ടാക്സി പിടിച്ചു പോയി. ടാക്സി പിടിച്ചു പോയാ? എയർപോർട്ട് ടാക്സി ആണോ? എന്നാ നമുക്ക് അക്കൗണ്ടിൽ പോയി ചോദിക്കാം. അവളെ കോത്താഴത്തേക്ക് പോയെന്ന്. അവളെ കിട്ടില്ല, കൊല്ലും. Excuse me, in which room is Mr. Felix? 1 minute. He is in 227. Could you please connect me? 1 minute. Sorry, ma'am. He is on DNT. What? Do not disturb. ஆபீஸ்ல நாங்க நிறைய யூஸ் I have to பண்ணுவோம். speak to him. എന്തൊരു കഷ്ടം അത്. എന്താ വേണ്ടേ? ഞാൻ 227 ഫെലിക്സിനെ കാണാൻ വന്നതാ. എനിക്കിപ്പോ കണ്ടേ പറ്റൂ. അയാൾ അവിടെ ഉണ്ടാവും, കുളിക്കോ മറ്റോ ആവും. ഇപ്പൊ കാണാൻ പറ്റില്ല. കുട്ടി വെയിറ്റ് ചെയ്യൂ. DNT മാറി കഴിയുമ്പോ അറിയിക്കാം. ഇത് ഇവിടുത്തെ ഏർപ്പാടാ. ഇവിടുത്തെ ഏർപ്പാട് ഇങ്ങനെ വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. വെയിറ്റ് ചെയ്യൂ. ஏய், இவரு இல்ல, இவர் எனக்கு தெரியலையே. எனக்கு தெரியல, எனக்கு தெரியல. മലയാളിയാണല്ലേ? அவங்க ஸ்பெஷாலிட்டி மலையாளி பார்த்தா கண்டுபிடிச்சிராங்க. மலையாளியாണല്ലേ? Excuse me. യെസ്. ഞാൻ ഇപ്പോ വരാം. ഈ ബാഗ് ഒന്ന് നോക്കിക്കോളൂ. നോ പ്രോബ്ലം. அடப்பாவிகளா. ஐயோ, எல்லாம் திருட்டு பயலுகளா இருக்கானுங்களே. ഒന്നുമില്ല. അയ്യോ, എന്റെ ബാഗ് പോയി. ദൈവമേ, ഞാൻ ഇവിടെ ஏய், இது குருவிமா. അയ്യോ, அப்படித்தான் நினைக்கிறேன். എന്റെ ബാഗ് പോയി. അയ്യോ ഈശ്വരാ,
അയ്യോ ബാഗ് പോയാ? എടി ഒരു പെട്ടോളെ, നീ എവിടെയാണ് ബാഗ് വെച്ചത്? എന്റെ ബാഗ് പോയ തനിക്ക് എന്താടോ? അത് നിന്റെ ബാഗായാലും അത് എന്റെ ബാഗ് പോലെയല്ലേ? നിർത്തി ഇയാളെ തനിക്കറിയോ? അവിടുത്തെ എയർപോർട്ട് തൊട്ടേ എന്റെ പിന്നാലെയുണ്ട്. ഇയാളായിരിക്കും ബാഗ് എടുത്തത്. അനാവശ്യം പറഞ്ഞിട്ടല്ല. പിന്നെന്തിനാ താനിങ്ങോട്ട് വന്നേ? ഞാൻ ഒരാളെ കാണാൻ. ആരെ? എന്റെ ക്ലോസ് ഫ്രണ്ട്. എന്താ ബിസിനസ്? വാറിന്റെ. വാറോ? കുവൈറ്റ് വാറോ ഇറാഖ് വാറോ? ആ വാറല്ലേ ഈ വാറ്. ഇത് ഈ ചെരുപ്പിന്റെ ബാഗിന്റെ ഒക്കെ വള്ളിയില്ലേ? അല്ല, അയാൾക്ക് എന്റെ ബിസിനസ് തനിക്കെന്താ? പോലീസ്. ഈ കുട്ടിയുടെ കംപ്ലൈന്റ് അനുസരിച്ച് മെഡ്രാസ് എയർപോർട്ട് മുതൽ താൻ ഈ കുട്ടിയെ ഫോളോ ചെയ്യാണ്. അതെ സർ. സാർ, ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നിട്ട് തിരിഞ്ഞു നോക്കിയാ ഞാൻ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുള്ളൂ സാർ. മദ്രാസ് മുതൽ ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നു എന്ന് പറഞ്ഞ് ഞാനൊരു കംപ്ലൈന്റ് എഴുതി തന്ന സാർ ആക്ഷൻ എടുക്കുവോ? നീ ഈ പെൺകുട്ടിയുടെ ബാഗ് എടുത്തോടാ. ഒന്നുമില്ല, ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് നോക്കണ്ടേ സാർ? പിന്നെ സാറിന് അറിയാലോ, ഞാൻ മറ്റേ പരിപാടിയൊക്കെ നിർത്തിയിട്ട് 2 വർഷമായി. പോ. ആയിക്കോട്ടെ സാർ, താങ്ക് യു. സർ, എന്താ കുട്ടി, ഒരു കംപ്ലൈന്റ് എഴുതി കൊടു, ഞാൻ അന്വേഷിക്കാം. വിളിച്ചോളൂ സാർ. വാ സാർ, 2 கொடுத்தால் அவன் சத்தியம் പറയും. தேவையில்லை. அவன் இப்ப என்ன நினைச்சிருக்கான்னா, ஒரு பேக் கேஸுக்காக விசாரிக்கிறேன்னு. உனக்கு தெரியாது, என் மகனோட உயிரை காப்பாத்தினதே இவன் தான். ஒளிஞ்சு விளையாடும் போது அவன் சேஃபுக்குள்ள ஏறி உட்காந்துட்டான். சேஃப் லாக் ஆயிடுச்சு. என் குழந்தை அதுக்குள்ள மூச்சு விட முடியாம செத்து போயிருப்பான். இவன் தான் அதை ஓபன் பண்ணி கொடுத்தான். அது இங்கிலாந்துல பண்ண லாக்மேன் கம்பெனியோட சேஃப். அது செஞ்சவங்களால மட்டும்தான் ஓபன் பண்ண முடியும்னு சொல்றாங்க. அந்த மாதிரி லாக்கர்ல தான் எக்ஸிபிஷன் ஹால்ல திருட்டு போன இளவரசியோட நகைகளை வச்சிருந்தாங்க. அதனாலதான் இவன் மேல எனக்கு சந்தேகம். നമുക്ക് അവനെ ക്വസ്റ്റ്യൻ ചെയ്തൂടെ? அதுக்கு என்ன ஆதாரம்? மெட்ராஸ்ல இருந்து பிளைட்ல அவன் இருந்தாங்கிறதா? அது மட்டும் இல்ல, இந்த செயின் தொலைஞ்சு போனது போலீஸ்க்கு மட்டும் தான் தெரியும். 20 நாளுக்குள்ள இந்த நகைகளை ஸ்பெயினுக்கு திருப்பி அனுப்பணும். அதுக்குள்ள இந்த செயினை கண்டுபிடிக்கணும். விலை கொடுத்து வாங்கணும்னா அதுக்கும் கவர்மெண்ட் ரெடியா இருக்கு. இது போலீஸோட மான பிரச்சனை. இது பத்திரிக்கைக்காரங்களுக்கு கூட தெரியக்கூடாது. அதுதான் ஆர்டர். എടോ, താൻ പോലീസുകാരോട് പറഞ്ഞില്ലേ ഒരുത്തിനെ താൻ ബാഗ് നോക്കാൻ ഏൽപ്പിച്ചു? അതിന്? ഏയ് അതിനൊന്നുമില്ല. അവനൊരു ബ്രൗൺ കളർ സ്യൂട്ടാണ് ഇട്ടിരുന്നത്, കണ്ണാടിയൊക്കെ വെച്ചിട്ട്. ഈ കറിയോ അയാളെ? ബാഗ് വേണമെങ്കിൽ എന്റെ കൂടെ വാ. குருவி எடுத்து பார்த்தா எடுத்திருக்காங்க போல. எனக்கும் அப்படிதான் தோணுது. பார்க்கலாம் எப்படி டிஃபரெண்டா இங்க இருந்து எடுத்துட்டு போறாங்கன்னு. എടാ, ഈ പെണ്ണിന്റെ കട്ടടുത്ത സാധനങ്ങൾ എവിടെടാ? എന്ത് സാധനം? ഏത് സാധനം നിനക്ക് അറിയില്ലല്ലേ? ഈ സർക്കസ് കളിക്കണെങ്കിൽ ബാഗിൽ എല്ലാ സാധനങ്ങളും ഉണ്ടോ ഞാൻ നോക്കട്ടെ. കൊണ്ടുപോ. എനിക്ക് എങ്ങനെ അറിയാം എന്റെ സാധനങ്ങൾ? ഞാൻ നോക്കാം. ഒരു ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അയ്യോ, ഇതിൽ വെച്ചിരുന്ന കാശുമാലൊന്നും കാണാനില്ല. അയ്യോ, ഞാൻ നോക്കാം. എവിടെ കാണാനെല്ലാം ഞാനത് വിറ്റ് കുറച്ച് കാണാൻ കൊടുത്തു തീർത്തു. നിന്നെ ഞാൻ வந்துருச்சு. பொம்மை வச்சிருக்காரு போல. എങ്ങോട്ടാ ഇങ്ങനെ 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 എന്റെ പുറകെ? ഈ വണ്ടിക്ക് തലവെക്കാൻ പോവാ. എന്താ പോരുന്നോ? അയ്യേ, എനിക്ക് തീരെ ടൈമില്ല, അതുകൊണ്ടാ. എന്തായാലും ഒരു നല്ല കാര്യത്തിന് പോണല്ലേ. ഇത് വെച്ചു. എനിക്കൊന്നും വേണ്ട കള്ളന്മാരുടെ കാശ്. എനിക്ക് ഒന്നും വേണ്ട കള്ളന്മാരുടെ വേണ്ടെങ്കി വേണ്ടീ. അല്ല പിന്നെ നീ പോയിരുന്ന കണ്ണോട്ടനോട് പറഞ്ഞ പിച്ചുണ്ട്. നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ട കൊന്നോളെ ഞാൻ. காசு எடுத்துருப்பாங்கப்பா. എന്റെ വീടിന് ചുറ്റും ആ കരിക്കട്ട പലവട്ട ഷൂട്ടിങ്ങോ? അവനോട് പറഞ്ഞേക്ക്, അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പല്ല് കഴിച്ചളെ. ഈ കുറുപ്പേ മഹാ തൊട്ടിയാ വാടാ. നീ എന്താ മുറിവൂട്ടി ആത്തിരിക്കണത്? എടാ ഇവിടെ അച്ഛമ്മന്നി കത്തിയും കോടാലിയാക്കിയിട്ട് ഒന്ന് കയറില്ല പോലെ അലറിട്ട് പോയി. അയാൾ വേറെ കല്യാണക്കാരെ ആലോചിക്കാന്ന്. മാല നീ വേഗം പൊക്കോ, അല്ലെങ്കിൽ അയാൾ എന്റെ തല എടുക്കും. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. വേഗം ചെല്ല്. ഈ തല അങ്ങോട്ട് പോയി തലവേദന ഉണ്ടാവില്ലായിരുന്നു. அப்ப இது ஒரிஜினல் தான் போட ஷூட்டிங் இல்ல. നമ്മുടെ കഷ്ടകാലം இதுல இருக்காது, இப்ப அது விழுந்திருக்கும். ഇതിനകത്തുണ്ട്. ஐ திங்க் இது வேற பொம்மை நினைக்கிறேன். ഇതൊന്നും இல்லடா, அந்த பேக்குக்குள்ள விழுந்திருக்கும் நினைக்கிறேன். ஓ ப்ராபபிலி. நீ சொன்னது கரெக்ட் தான். മാല പോയി. ஒரு பாட்டே ஆடி முடிச்சாச்சு மாலை போட தெரியாம. ഒന്ന് ചൂട പോരാ. നിങ്ങരുത്. ஒன்னு சொல்ல போற நம்பியாரு. ഒഴിക്കടാ കണ്ടില്ലേ? ആ പ്രതിമയ്ക്ക് അകത്ത് പുറത്ത് ഒന്നുമില്ലായിരുന്നു. തൊഴിലാണ് സത്യം. നമ്മളൊക്കെ ഒരേ വർഗ്ഗക്കാരല്ലേ, ഒന്ന് വിശ്വസിക്കണേ. இப்ப மறுபடியும் போவாங்க நினைக்கிறேன். அவ அந்த ஹோட்டல்ல இருப்பான்னு நினைக்கிறேன். അടപ്പ് തുറന്നത് ബാഗിനകത്ത് തന്നെ വീണ് കാണും. ഞാൻ അവളിട്ട് വഴക്കിടുകയും ചെയ്തു. വായി നോക്കിയതൊക്കെ വേണ്ട, അവൾ എവിടെ തപ്പാം. വായു. മിസ്റ്റർ ഫെലിക്സ് വെക്കറ്റ് ചെയ്തല്ലോ. ആദ്യം പറഞ്ഞു വെയിറ്റ് ചെയ്യൂന്ന്, ഇപ്പൊ പറയുന്നു വെക്കറ്റ് ചെയ്തെന്ന്. ഇതെന്ത് ന്യായ? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വരുമെന്നും കരുതി ഞങ്ങൾ അയാളെ തടഞ്ഞു വെച്ചോണ്ടിരിക്കണം. എങ്ങോട്ടാ പോയത്? പ്ലീസ്. ഞങ്ങളുടെ ബോസിന്റെ മകളുമായിട്ട് മിസ്റ്റർ ഫെലിക്സിന്റെ കല്യാണം ഉറപ്പിച്ച് മെഡിക്കലിൽ വെച്ച മനസ്സമ്മതവും കല്യാണമൊക്കെ 3:30 ഫ്ലൈറ്റിന് അവരൊക്കെ പോയി. എനിക്കൊന്നും അറിഞ്ഞൂടെ. അവൻ ചോദിക്കണോ എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ ചോദിക്കണോ എനിക്കൊന്നും മനസ്സിലാവണില്ല. നേരത്താണോ എനിക്ക് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയാൻ അവൻ എടുത്തിടിച്ചത്. அப்ப அவங்கள்ட்ட தான் கன்ஃபார்ம் അമ്മേ, ആ
ആ പെണ്ണെന്താ വല്ല ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നാ? എന്താ എന്ത് പറ്റി? ഇവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് ബോധം കെട്ട് വീണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയാം. എന്നിട്ട് എവിടെ? ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടു. എങ്ങോട്ട്? മെഡിഗിരിക്ക്. പ്രീഡിയിരിക്കോ? കോളേജിലോ? എന്റെ ഇടവും മൈസൂർ അടുത്തുള്ള മെഡിഗിരിക്ക്. ഇവിടുന്ന് ഒരു കാർ കയറ്റി ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. 5:30 വണ്ടിക്ക് പൊക്കോളാൻ പറഞ്ഞു. 5:30 മണി വേണം, അവളിപ്പോ പോവും. யாரு பைக் ராடி இவங்க பாட்டு எடுத்துட்டு போறாங்க. இவரோட பைக் தான் நினைக்கிறேன். மாமனாரு. ராங்கான வண்டி. சென்னை தானே, சென்ட்ரல் தானே. எனக்கும் கிண்டி மாதிரி இருந்துச்சு அது. கிண்டி இல்ல, அப்ப சென்ட்ரல் இப்படி தான் இருக்கும் நினைக்கிறேன். ஆனா இது நடக்குது கேரளால தானே இல்லையா, சென்னையில? அப்பா கேரளா பெங்களூர். இல்ல பெங்களூர். ரைட். இப்போ உன் ஃப்ரெண்ட் கல்யாணம் தான் போறியா? மாலைடு கண்டுபிடிச்சிட்டாங்க. ஆனா இவர்தான் இல்லையே. நான் அதுக்குள்ள ரன்னிங் சேசிங் ஆரம்பிச்சிட்டாங்க. இருட்டு கதைன்னா அப்படிதானே. ட்ராக்ல ஏறி ஓட ஆரம்பிச்சேன். என்னடா சீப் ட்ரிக் யூஸ் பண்றாரு. இவர் கதை, இவர் எப்ப பார்த்தாலும் இவர் டாப் அண்ட் ஜெரி மாதிரி தான் போவாரு. என்ன இது? இவர் எப்பயுமே அந்த டாப் அண்ட் ஜெரி மாதிரியே தான். ஐயோ ட்ரெயினர் போயிடுச்சு. கடைசியில் ஏறிட்டாரு. மறுபடியும் எத்தனை தடவை இதே டெக்னிக் வருவீங்க? ஏறிடுங்க. ஏறியாச்சு. எப்பா இது பொட்ட காட்டுல போயிட்டு இருக்காங்க. மடிக்கேரினா என்ன, எங்க இருக்குன்னாங்க? மடிக்கேரினா மைசூர் பக்கத்துல, பெங்களூர் டு மைசூர். ஐயே அதுக்குள்ள 3 டிஸ்ட்ரிக்ட் டிராவல் பண்ணியாச்சு. ടിക്കറ്റ് പ്ലീസ്. ടിക്കറ്റ് ഇല്ല. അതെന്താ? എന്റെ കയ്യിൽ കാശില്ല. പിന്നെ എന്തിനകത്ത് വലിഞ്ഞെറിയത്? ഇയാളുടെ കുടുംബ പേര് ഇന്ത്യൻ റെയിൽവേ എന്നാണോ? ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. ഇതുമാതിരി ഓരോന്ന് ദിവസം വലിഞ്ഞെറിയ സാറേ. ഇപ്പൊ ഇവിടെ മെഡിഗിരിക്ക്. മെഡിഗിരിയോ? ഇത് മെഡിഗിരിക്ക് പോകില്ല. ആരണഹല്ലി ഇറങ്ങി ബസ് പിടിച്ച് പോകണം. ടിക്കറ്റും ഫൈനും ചേർത്ത് 1450 രൂപ 50 പൈസ. കാശ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് തരാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇറക്കി വിടും. ഞാൻ ഇറങ്ങില്ല, എനിക്ക് പോയേ തീരൂ. ഇതുപോലുള്ള ആളുകളാ സാറേ തീവണ്ടിക്ക് കള്ളവണ്ടി എന്നുള്ള ചിത്തപ്പേരുണ്ടാക്കുന്നത്. സാറിന്റെ ടിക്കറ്റ്? അയ്യോ എന്റെ ടിക്കറ്റ് ഇല്ല. പിന്നെ താൻ എന്റെ അടുത്ത് വലിയ വർത്തമാനം പറഞ്ഞത്. ടിക്കറ്റ് ഇല്ലെങ്കിൽ 6 മാസം തടവാ. ആര് തടവും? ഞാൻ തടവോ സാറ് തടവോ? നമ്മൾ പോലീസ് തടവുന്നു. അയ്യോ അത് വേണ്ട, 2 ടിക്കറ്റ് എടുത്തോ. രണ്ടാൾക്കും? ഒന്ന് എനിക്കും പിന്നെ ഒന്ന് തീപ്പിട്ടി കൊള്ളിക്കും. ഇളരാതെ ഇതെന്റെ വകയിലുള്ള ഒരു അമ്മൂമ്മയാ. കിന്നാരം ചോക്കിന്റെ ടിക്കറ്റ് എടുത്തോ. എങ്ങോട്ടാ? ആരണഹല്ലി. ആ അതെന്നെ എന്തൊട്ട് തുറച്ച് ചോദിക്കാൻ. ഒരാൾക്ക് ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് റോഡിലിറക്കി കൂടെ പോലീസ് വിളിക്കുന്ന പറഞ്ഞാൽ ശരിയല്ലട്ടോ സാറേ. കാശ് 1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? ആ ഇത്രയും വലിയൊരു തുക മുടക്കാൻ ഈ കുട്ടി എന്റെ ബന്ധുവാണ്, ഭാര്യയാണോ, എന്റെ പെങ്ങളാണോ, അമ്മയാണോ, അറ്റ്ലീസ്റ്റ് എന്റെ അയൽപക്കത്തുള്ള ചേച്ചിയാണോ? അതൊക്കെ പോട്ടെ, വഴിയരികിലിരിക്കുന്ന പിച്ചക്കാരിയാണോ? അല്ല പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വെറും മനുഷ്യത്వం അല്ലേട്ടാ. അവർക്ക് പുരിയുതാടാ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാൻ തന്നെ ചെയ്യുള്ളൂ. എന്താ കാരണം? മനുഷ്യത്వం. അല്ല ചേട്ടനതൊന്നും വേണ്ടത്തെ. തെലുങ്കിലെ ചപ്പണ്ടി. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ സംകൂതായിരുന്നു. ഒന്നുമില്ലേ, അതിന് ഭാഷയില്ല. നന്ദി. ആരടി പന്നി? നന്ദി, താങ്ക്സ് എന്ന് പറഞ്ഞതാ. இப்படிதான் நமக்கு சண்டை வரும். ഓ 1450 50 പൈസക്ക് കിട്ടണ കോപ്പാണ് നന്ദി. ഈ സായിപ്പന്മാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറിയും താങ്ക്സ് ഒന്ന് കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. ഓ ഒന്നുമില്ലേ. 1450 രൂപ 50 പൈസ ഒരു ശരാശരി മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ. എടോ കാശ് ഞാൻ അയച്ചു തരാം. 1550 കിടന്ന് കുറയ്ക്കണ്ട. തന്റെ അഡ്രസ് പറ. നീ എന്റെ അമ്മയുടെ വീട്ടിലേക്ക്. എനിക്ക് അഡ്രസ് ഇല്ല. അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എനിക്കിത് തന്നെ കിട്ടണം. 1450 രൂപ 50 പൈസ മുടക്കിയ എനിക്കിത് തന്നെ ഒന്നുമില്ല. എന്റെ അമ്മോ. അല്ല അറിയേണ്ട കാര്യം ഉണ്ടായിട്ട് ചോദിക്കല്ല, കാശ് മുടക്കി തന്നെ അയക്കുന്നോണ്ട് ചോദിക്കുക. എന്തിനാ മെഡിഗിരിക്ക് കുറ്റിയും പറിച്ച് പോണേ? ബോഡി ലാംഗ്വേജ് പറയാ. ആ പോലീസുകാരോട് എന്തൊക്കെ പറഞ്ഞിട്ടല്ല. കണ്ണിക്കണ്ട പോലീസുകാരോട് ഓ എനിക്ക് വയ്യ. കണ്ണിക്കണ്ട പോലീസുകാരോട് മുഴുവൻ എന്ത് വേണേലും പറയാം. 1450 രൂപ 50 പൈസ മുടക്കിയ എന്നോട് പറയാൻ പാടില്ല. നിർത്തോ, കുറെ നേരം താൻ എന്നെ തൊഴുകണു. ഞാൻ എന്താ ഹനുമാൻ സമയം തൊഴുകല്.
ഞാനൊരു കല്യാണത്തിന് പോവാ. ആരുടെ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ. അച്ഛന്റെ? അത് അമ്മായിപ്പന്റെ? ഞാൻ സ്നേഹിക്കുന്ന ആളുടെ. കാമുവിന്റെ? താൻ എന്നെ കളിയാക്കാണ്. 1450 പൈസ കുട്ടി തരണ്ട. ഞാൻ വല്ല അനാഥാലയത്തിലും കൊടുത്തു എന്ന് കരുതിക്കോളാം. എന്റെ കയ്യിൽ കളഞ്ഞു പോയി ഞാൻ വിചാരിച്ചോളാം. ആ കാശിന്റെ കാര്യം ഓർത്ത് ദയവ് ചെയ്ത് കുട്ടി കരയരുത്. ഞാൻ തന്നെ കളിയാക്കിയതല്ല, ഞങ്ങള് തമ്മിൽ വളരെ ഇഷ്ടത്തിലാ. ഫെലിക്സ് നാട്ടിൽ പോവാന്ന് പറഞ്ഞു പോയതാ. ഇപ്പൊ കല്യാണാണെന്ന് കേട്ടു. സത്യം അറിയാനാ പോന്ന്. அவங்க திரும்பி பாக்குறது பாரு. ഇത് ഫെലിക്സ് അല്ലേ? അമ്മൂമ്മയും കൊച്ചുമ്മനോട് ഉമ്മ വെച്ച് കളിക്കാൻ. ഭഗവാനെ, എനിക്കിങ്ങനെ ഒരു അമ്മൂമ്മ ഇല്ലാതായി പോയല്ലോ. இவருக்கு ஒரு பிரச்சனை. அவ்வளவுதான். இறங்கி போயிருக்க போறாங்க. ஓ, தண்ணி இது பண்றதுக்கு. ഏയ് ഓടി വാ, ഓടി വാ, ഒന്ന് വേഗം വാ. കുപ്പി കളയാൻ സാധിക്കാതെ വേഗം കേറ്, ഓടി വാ. ബാഗ് വിടല്ലേട്ടാ, ബാഗ് വിടല്ലേ. ഇവള് എന്നെ ഇവിടെ ഇറക്കി അടങ്ങുള്ളൂ. 1450 ரூபா வேஸ்டா போச்சு. போச்சு. വെള്ളം അടിക്കാനോ ഇത്ര രാവിലെ? കുടിക്കാൻ വെള്ളം എടുക്കാൻ. നന്ദി വേണം പെൺകുട്ടി, നന്ദി വേണം. ഒറ്റക്ക് സ്ഥലത്ത് പെട്ടുപോകേണ്ട സഹായിക്കാൻ ഇറങ്ങിയാൽ ചെരുപ്പൂരി അടിക്കണം. എനിക്ക് സോറി. സാറി കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നുമ്പോഴെടുത്ത് തുപ്പ്. മനുഷ്യന് മെനക്കെടുത്താനായിട്ട്. സാറേ ഇനി എപ്പോഴാ അടുത്ത ട്രെയിന്? ഉടനെ ഉണ്ട്. എന്നാ അതില് പോവാലോ. അത് വളണ്ടിപ്പോലേക്ക് ചാണകം കൊണ്ടുപോകുന്ന ട്രെയിൻ. അപ്പോഴേ സാറേ, ഈ ആലനഹള്ളിക്ക് അടുത്ത വണ്ടി എപ്പോഴാ? ഓ, അതിന് വ്യാഴാഴ്ചയേ ഉള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യും? തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല താറാവോ അല്ല. വ്യാഴാഴ്ച വരെ നമ്മളിപ്പോ എന്താ ചെയ്യാ? വ്യാഴാഴ്ച എന്താ തിരക്കാൻ പെണ്ണാണെന്ന് സംശയമുണ്ടോ? താങ്കോട്ട് തലൊന്നും ഇല്ലാത്തവരാ. താനൊന്ന് പോയേ, ആ ചാട വണ്ടി പോരും, ഞാൻ കുറെ കോരിത്തരാം. സാറേ ഇവിടെ അടുത്ത് കഴിക്കാൻ വല്ലതും കിട്ടുമോ? ഇവിടെ ഒന്നും കിട്ടുകയില്ല. അമ്പലക്കവരെ പോയാ വല്ലതും കിട്ടും. നമുക്ക് പോയി വല്ലതും കഴിക്കാന്നേ. വാ വാ. ஓகே, நம்ம வந்து பார்ட் 1 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 2ல சந்திப்போம். நன்றி, வணக்கம். பை பை.